ഓക്കെ, മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഇന്ന്. എക്സലിൽ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നലെ പറഞ്ഞു തന്നില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഫയലാണിത്. ഇറ്റ്സ് ഓക്കെ, ഐ എം ഗോയിങ് ടു ഡിലീറ്റ് ഇറ്റ് ആൻഡ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ വൺ. It's already in use. I need to close it. Okay. ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയി. What did I do? Right click ചെയ്തു. Then I can see option new. ആ ഓപ്ഷൻ ന്യൂ എടുക്കുമ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടില്ല. ഞാൻ ഏറ്റവും താഴെ കുറച്ചും താഴെയായിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് കിടക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? ക്യാൻ യു സീ ഇറ്റ്? യെസ്, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്താ പറയാ, ന്യൂ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്, ഒരു വർക്ക്ഷീറ്റ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫയൽ, എക്സലിന്റെ ഒരു ഫയൽ. പിന്നെ വർക്ക്ഷീറ്റ് എന്നാണ് നമ്മൾ നോർമലി പറയാം. ഓക്കെ, അതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ക്ലാസ് 7 എന്ന് പറഞ്ഞ് ഫയൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ക്ലാസ് 7 കുട്ടികളുടെ ലിസ്റ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ A B C D E F എന്ന് പറയുന്നത് എന്തായിരുന്നു? A B C D E. ഓരോ കോളം. യാ, വെരി ഗുഡ്. ഓരോ കോളങ്ങളാണ്. ഇപ്പൊ 1 2 3 4 5 6 അങ്ങനെ പറയുന്നതോ? ലൈൻ. Those are rows. Those are rows. ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ, അതിനെ പറയാം. അതിനെ റോ എന്നാണ് നമ്മൾ ആക്ച്വൽ ടേം വി ആർ യൂസിങ് ഫോർ ദാറ്റ്. A B C D ആൽഫബറ്റ്സിൽ കാണുന്നത് കോളംസ് ആണ്. 1 2 3 4 5 6 7 അങ്ങനെ പോകുന്നത് റോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ സെലക്ട് ചെയ്തിട്ടില്ലേ, ബി എന്ന കോളത്തില് 4th റോ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു സെലക്ടഡ് ഏരിയ കാണുന്നില്ല, ഒരു ഗ്രീൻ കളറില്, അതിനെ നമ്മൾ സെൽ എന്നാ പറയാം. സെൽ. അപ്പോൾ ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്. ഓക്കെ, നോക്കൂ. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന സെല്ല്, ആ സെല്ല് ഏതാ? അതിന്റെ ഒരു സെൽ റെഫറൻസ് എന്ന് പറയുന്നത് എ എന്ന കോളത്തില് എന്താ മോനെ? A2. യാ, that's right. അതിന്റെ സെൽ റെഫറൻസ് ആണ് A2. ഇനി ഞാൻ ചോദിക്കുന്ന ആള് പറയണം, ആൻ മരിയ ഈ സെല്ലിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞേ. D4. വെരി ഗുഡ്. നൗ ഫെയ്ത്ത്. F5. Dia, can you see it? അതേത് സെല്ലിന്റെ റെഫറൻസ് ആണെന്ന് പറയാൻ പറ്റുമോ മോൾക്ക്? ദിയ, ഞാനൊരു സെൽ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ റെഫറൻസ് പറ. സെൽ റെഫറൻസ്. ദിയ, D8. Very good. Shreya, can you hear me? Shreya, I think she is out of range. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സെൽ റെഫറൻസ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ഓരോ സെല്ലില് നമ്മളിപ്പം 7th ക്ലാസ്സിന്റെ സെമസ്റ്റർ 1ന്റെ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ പോവാം. ഞാൻ അവിടെ സ്റ്റുഡന്റിന്റെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ഏതാ? A1 എന്ന സെല്ലിൽ ഞാൻ ഏതാ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്? നെയിം ഓഫ് സ്റ്റുഡന്റ്. സെക്കൻഡ് സെല്ലിൽ ഞാൻ ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്തു. ഇംഗ്ലീഷിന് കിട്ടിയ മാർക്സ് ഞാൻ B1 എന്ന സെല്ലിൽ ഇംഗ്ലീഷ് എന്നാണ് ടൈപ്പ് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ മാത്സ് ടൈപ്പ് ചെയ്യുന്നു, ദെൻ സോഷ്യൽ, ആഫ്റ്റർ ദാറ്റ് സയൻസ്. ഇപ്പോ ഇനി ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്
നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരാണ്. താഴത്തായിട്ട് ചെയ്യാൻ പോവാ. ആൻ മരിയ, ഫെയ്ത്ത്, ഷോൺ, ദിയ, ശ്രേയ. ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സെല്ലിന്റെ വിഡ്ത്ത് ഒന്ന്, ഈ കോളത്തിന്റെ വിഡ്ത്ത് ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്, ആൻമരിയുടെ പേരൊന്ന് ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാൻ ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് ടൈപ്പ് ചെയ്യാൻ പോവാം. അത് നിങ്ങൾ ബോധേഡ് ആവണ്ട, നിങ്ങൾക്ക് കിട്ടിയ മാർക്കല്ല, കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് ബോദർ അബൌട്ട് ദ മാർക്ക്. എനിക്ക് തോന്നുന്ന മാർക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ആക്ച്വൽ മാർക്ക് ടൈപ്പ് ചെയ്യണോ? Do I need to type your actual mark? ഷോണിന് വീണ്ടും വീണ്ടും ബിലോ 20 കിട്ടിയിട്ട് ടെൻഷൻ ആവണ്ട. Sorry, 48. Shreya scored like this. ഓക്കെ, ഞാൻ മാർക്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പം ഇത്രയും ഡാറ്റാസ് നമ്മൾ സിംപ്ലി എൻ്റർ ചെയ്ത് കൊടുത്തു എക്സലിൽ. ഈ എക്സലിൽ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻസ് ഇൻ ദ സെൻസ് നമുക്ക് ഒരുപാട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അതാണ് എക്സൽ നമ്മൾ കൂടുതലായിട്ടും വേർഡും കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എക്സൽ. നമുക്ക് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിലാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഇതാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ഇനി ഈ മാർക്കിന്റെ ടോട്ടൽ കാണണം. നമുക്ക് ടോട്ടൽ കാണണമെങ്കിൽ ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? എക്സലിലെ ഫോർമുലാസ് എന്നൊരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, പ്രീവിയസ് ക്ലാസ്സസിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും ഞാൻ അതൊന്ന് അതിലേ തന്നെ പോവാണ്. നമ്മള് കാൽക്കുലേഷൻസ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസിനാണ് ഫോർമുലാസ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണക്കൂട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കുറച്ച് ഇക്വേഷൻസ് ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ ജനറലി ഫോർമുലാസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഫോർമുല നമ്മൾ എക്സലിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഇറ്റ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് which symbol? ഈക്വൽ ടു വെച്ചിട്ട് വേണം ഒരു ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആ സെല്ലിൽ ആദ്യം നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് എന്താ? ഈക്വൽ ടു. ഓക്കെ, ഇനി നമ്മൾ സം കാണാൻ വേണ്ടി പോവാ. സം കാണാൻ വേണ്ടി ഇന്നലെ നമ്മൾ പഠിച്ചല്ലേ, എന്താ പറയാ, ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും സോഷ്യലിന്റെയും സയൻസിന്റെയും മാർക്ക് ഓരോരുത്തരുടെ ആയിട്ട് മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോർമുലാസിൽ പോവുക. ഫോർമുലാസിൽ ഓട്ടോ സം കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മാർക്ക് അവിടെ വന്നു. ഇത് നമ്മൾ ഇന്നലെ കണ്ട മെത്തേഡാണ് അല്ലേ? പിന്നെ ബാക്കി ഒരാളുടെ ചെയ്താൽ മതി കഷ്ടപ്പെട്ടിട്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെ അങ്ങനെ ചെയ്യണമെന്നില്ല. ഒരാളുടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലോവർ റൈറ്റ് മോസ്റ്റ് കോർണറിൽ ഒരു ചെറിയ സ്ക്വയർ പോലെ ഒരു പോർഷൻ ഉണ്ട്. അതിനെന്താ പറയാ? ഫിൽ ഹാൻഡിൽ അല്ലേ? ഫിൽ ഹാൻഡിൽ കേഴ്സർ. അതിനെ പിടിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരുടെയും എന്താ പറയാ സം അവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. ഒരാളുടെ സമ്മിനുള്ള നമ്മൾ ഫോർമുല വെച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എന്താ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് ആ ഫിൽ ഹാൻഡിൽ എന്ന് പറഞ്ഞ കേഴ്സർ ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കേ വേണ്ടൂ. സോ സിമ്പിൾ അല്ലേ? എക്സലിൽ ഇല്ലെങ്കിൽ നമ്മൾ നോർമലി ഇപ്പൊ നമ്മളൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് ആക്കുമ്പോൾ ഇതെല്ലാം കുത്തിയിരുന്ന് ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് എന്താ പറയാ കാൽക്കുലേറ്റർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എക്സൽ ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സമ്മ് അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യാൻ പറ്റി. അതാണ് എക്സലിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ്. നമുക്ക് ടൈം ലാഭിച്ചിട്ടുണ്ട്. സിമ്പിൾ കാൽക്കുലേഷൻസ് നമുക്ക് തലപൊകിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാല്യൂസ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക്
ഫോർമുലാസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് പാർട്സ് ഓഫ് എ ഫോർമുല? ഫോർമുലയ്ക്ക് എന്തൊക്കെ പാർട്ട് ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ പോർഷൻ കുറച്ച് പഠിച്ചതാണല്ലേ? മിസ് ഈ പോർഷൻ എടുത്തതല്ലേ നിങ്ങൾക്ക്? യെസ്. ഓക്കെ, നിങ്ങൾക്ക് ഫോർമുലേസിന്റെ പാർട്ട് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ്? ഫോർമുലാസിന് a formula contains one or more of the following elements എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ താഴേക്ക് സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്. കണ്ടോ? ഒരു ഫോർമുലയിൽ ഉണ്ടാവുന്നതാണ് കോൺസ്റ്റൻസ് ഉണ്ടാവാം. അതിനേക്കാളെല്ലാം മുമ്പ് ഫങ്ഷൻസ്, ഫോർമുലയുടെ പാർട്സ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ ഫങ്ഷൻ. സം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട്, കൗണ്ട് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇഫ് ആവറേജ് കാണാൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇഫ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേക ഓപ്പറേഷൻ ഇല്ലേ, സം. സം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, കൂട്ടുക. രണ്ടോ അതിലധികം നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ ഒരു വാല്യൂ കാണാം, സം കാണാം. പിന്നെ ആവറേജ് കാണാന്ന് പറഞ്ഞാൽ എന്താ, 3 നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആ 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യും. ആ നമ്പേഴ്സിന്റെ സം ആദ്യം കാണും, എന്നിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? ഓക്കെ. അപ്പോ ഫോർമുലാസിന് ഏതൊക്കെ പാർട്ടുണ്ട്? ഒന്ന് ഫംഗ്ഷൻ ഉണ്ടാവും, ഒന്നെങ്കിൽ സമ്മോ അല്ലെങ്കിൽ ആവറേജ് എന്നോ കൗണ്ട്. നമ്മൾ ഏത് ഓപ്പറേഷൻ ആണോ, എന്താണോ അവിടെ ചെയ്യാൻ പോകുന്നത് അത് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടാവും. സം കാണാനാണെങ്കിൽ സമ്മ്, ആവറേജ് കാണാനാണെങ്കിൽ ആവറേജ്, അങ്ങനെ ഒരു ഫോർമുല, ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടാവും. പിന്നെ അതിനുശേഷം സെൽ റെഫറൻസ്. സെൽ റെഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെ സെല്ലിലെ വാല്യൂസ് ആണ് നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, ആ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടോ, ഈ സമ്മ് കാണാൻ നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഈ നമ്പേഴ്സിന്റെ ഇവിടെ കിട്ടിയ മാർക്സിന്റെ സമ്മാണ് നമ്മൾ ഈ ടോട്ടൽ എഴുതിയിരിക്കുന്നത്. ഈ മാർക്ക് ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക്, മാത്സിന് കിട്ടിയ മാർക്ക്, സോഷ്യലിന് കിട്ടിയ മാർക്ക്, സയൻസിന് കിട്ടിയ മാർക്ക്, ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? അതെ. അപ്പം ഇംഗ്ലീഷിന്റെ മാർക്ക് ഏത് സെല്ലിലാ വന്നേക്കുന്നത്? എന്റെ സെൽ റെഫറൻസ് പറഞ്ഞ മോനെ ആരേലും? B2. ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് B2 എന്ന് പറഞ്ഞ ഇതിലാണ്. അപ്പം B2ലെ വാല്യൂ, പിന്നെ നെക്സ്റ്റ് ഏതാ ദിയ? മാത്സിന്റെ മാർക്ക്. മാത്സിന്റെ മാർക്ക് ഏത് സെല്ലിലുള്ള? അതിന്റെ സെൽ റെഫറൻസ് പറഞ്ഞേ. She's gone. And Faith, can you tell me? Maths-ന്റെ mark. Once again, I can't hear you. Once more. Maths-ന്റെ mark ആണ്. ആൻ മരിയയുടെ C3. ആൻ മരിയയുടെ C2. C2 ഒക്കെ. And next, ശ്രേയ. ആൻ മരിയയുടെ സോഷ്യലിന്റെ മാർക്ക് ഏത് സെല്ലിലാണ് ഉള്ളത്? Anne Maria, can you hear me? Anne Maria. Okay. Anne Mariയുടെ സോഷ്യലിന്റെ മാർക്ക് D2 എന്ന സെല്ലിലാണ് ഉള്ളത്, അല്ലേ? ആൻ മരിയയുടെ സയൻസിന്റെ മാർക്ക് ഉള്ളത് E2 എന്ന സെല്ലിലാണ്. അപ്പൊ നമ്മൾ സമ്മ് കാണുമ്പോൾ ഏതൊക്കെ സെല്ലിലെ വാല്യൂസ് ആഡ് ചെയ്തത്? B2, C2, D2 ആൻഡ് E2. ഈ സെല്ലിലെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ F2 എന്ന സെല്ലിൽ അതിന്റെ ടോട്ടൽ ഇവിടെ കണ്ടുവച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഫോർമുലയില് സെൽ റെഫറൻസ് ഉണ്ടാവും. നമ്മൾ ഏതൊക്കെയാണ് അതിന്റെ ഇൻപുട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസ് തമ്മിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഫോർമുലയിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഫംഗ്ഷനായി എന്താണ് നമ്മൾ ചെയ്യാൻ പോണേ? കൂട്ടുകയാണോ, കുറയ്ക്കുകയാണോ, ആവറേജ് കാണുകയാണോ, എന്താണോ ചെയ്യുന്നത് അതാണ് ആ ഫംഗ്ഷൻ. അപ്പൊ ഒരു ഫോർമുലയിൽ ഫംഗ്ഷൻ ഉണ്ടാവും,
പിന്നെ എന്താണ് സെൽ റെഫറൻസ് ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് ഓപ്പറേറ്റർ. ഡു യു നോ വാട്ട് ഈസ് ഓപ്പറേറ്റർ? ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാ? ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിക്കണ്ട, സയൻസുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേറ്റർ അല്ല കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ അതൊന്നും ഞാൻ ഫസ്റ്റ് ടൈം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതുമായിട്ട് കൺഫ്യൂസ് ആവുമായിരുന്നു. അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ സിംപ്ലി ഇറ്റ്സ് ലൈക്ക് പ്ലസ് മൈനസ്, നമ്മൾ അഡീഷന്റെ ആഡ് ചെയ്യുന്ന പ്ലസ് മൈനസ്, പിന്നെ മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റാർ പോലത്തെ മാർക്ക്, പിന്നെ ഡിവിഷന്റെ സ്ലാഷ് പോലെ. ഇത് പിന്നെ കഴിഞ്ഞില്ല, ലെസ് ദാൻ്റെ ഒരു സൈൻ ഉണ്ട്, ദെൻ ഗ്രേറ്റർ ദാൻ, at last what, equal to. These are called operators. ഏതൊക്കെയാ? പ്ലസ്, മൈനസ്, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോഡക്റ്റിന്റെ സ്റ്റാർ, ഡിവിഷന്റെ ആ സ്ലാഷ് ഉണ്ട്, പിന്നെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. അപ്പം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി വി ആർ യൂസിങ് വാട്ട്? പ്ലസ് അല്ലേ? അഡീഷന്റെ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ രണ്ട് വാല്യൂസ് തമ്മിൽ മൈനസ് എന്താ പറയാ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അല്ലേ നമ്മൾ മൈനസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ ഉപയോഗിക്കും. രണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാഷ് ഉപയോഗിക്കുന്നത്. അപ്പം ഗ്രേറ്റർ ദാൻ ഒരു ലെസ് ദാൻ നിങ്ങൾക്ക് അറിയാലോ, 6 ആണോ 4 ആണോ ഹയർ വാല്യൂ എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ 6 ഗ്രേറ്റർ ദാൻ 4, സോറി 6 greater than 4. Six greater than 4. Is it true? Is it true? I have written something there. Is that true? True. Here I wrote 6 greater than 4. In second cell I wrote 6 less than 4, right? 6 greater than 4. Yes, this one is true and this one is not true. It's false. Actually, it's true. 4 less than 6. This is correct. അല്ലേ? അപ്പൊ അതിന് വേണ്ടിട്ടാ. പിന്നെ ഈക്വൽ ടു നമ്മൾ പറയുന്ന കേസ് എന്താ? ബോത്ത് LHS and RHS ഈക്വൽ ആണ്. 3 ഈക്വൽ ടു 3 അല്ലെങ്കിൽ 3 ഈക്വൽ ടു 2 പ്ലസ് 1. 2 പ്ലസ് 1ന്റെ വാല്യൂ 3യും സെയിം അല്ലേ? ഈ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? 3 ഈക്വൽസ് ടു 2 പ്ലസ് 1. 3 എന്തിനോട് ഈക്വൽ ആണ്? 2ഉം 1ഉം ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനോട് ഈക്വൽ ആണ്. മനസ്സിലായോ? ഓക്കെ. അപ്പം നമ്മള് ഫോർമുലയില് ഒന്നെങ്കിൽ ഫങ്ഷൻ ഉണ്ടാവും, ദെൻ സെൽ റെഫറൻസ് ഉണ്ടാവും, പിന്നെ ഓപ്പറേറ്റർ ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവാം? കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ആയതെന്ന് പറയുന്നത് ചേഞ്ച് ഇല്ലാത്തതെന്ന് പറഞ്ഞതാണ്. കോൺസ്റ്റന്റ് ആയിട്ടില്ല. ഇപ്പം 6 ഈസ് എ കോൺസ്റ്റന്റ്, 100 ഈസ് എ കോൺസ്റ്റന്റ്. അതിനെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? നിങ്ങൾ വേരിയബിള് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ മാത്സില്? എക്സ് എന്ന വേരിയബിള്, വൈ വേരിയബിൾ, സെഡ് വേരിയബിൾ ആയിട്ട് നമുക്ക് വാല്യൂ അറിയാത്തതിനുള്ള എക്സ് ആയിട്ട് എടുക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ മാത്സില്? ഓക്കെ. അതിന് നമ്മൾ എന്താ പറയാ? എക്സ് വൈ അങ്ങനെ അറിയാത്ത വാല്യൂന് നമ്മൾ എന്തെങ്കിലും വേരിയബിൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ചേഞ്ച് ആവാത്ത. ഇപ്പൊ കോൺസ്റ്റൻസ് പറഞ്ഞാൽ നമ്പേഴ്സ് മാത്രമല്ല, ചിലപ്പോൾ ഇത് 5.5 ഒരു കോൺസ്റ്റന്റ് ആണ്, 6 ഒരു കോൺസ്റ്റന്റ് ആണ്, മൈനസ് വാല്യൂസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. ഇത് മാത്രമല്ലാതെ നമ്മുടെ സ്ട്രിങ്സ് ഉണ്ടാവല്ലോ. സ്ട്രിങ്സ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് കൊണ്ടുള്ള കോമ്പിനേഷൻസ്. നമ്മുടെ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡോ അങ്ങനെ എന്തെങ്കിലും, ലൈക്ക് സം അല്ല, ഐ മീൻ
യെസ് ഒരു കോൺസ്റ്റന്റ് ആണ്. നെയിം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ബുക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ എന്തുണ്ടെങ്കിലും അങ്ങനെ നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് ആ വേർഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അതെല്ലാം നമ്മൾ കോൺസ്റ്റന്റിന്റെ ഒരു ഗണത്തിലാണ് പെടുത്തുക. ഓക്കെ, ഇനി നമ്മൾ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഇനി നേരത്തെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് മാർക്സ് ടോട്ടൽ ചെയ്ത ഒരു മെത്തേഡ് കണ്ടില്ലേ. ഇനി നമുക്ക് അങ്ങനെ മാത്രമല്ല നമുക്ക് സം കാണാനുള്ളത്. നമ്മൾ ഫോർമുലാസ് എന്നുള്ള മെത്തേഡിൽ വീണ്ടും സം കാണാൻ വേണ്ടി പോവാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണോ നമുക്ക് ടോട്ടൽ കാണേണ്ടത് ആ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിടണം എന്നാ പറഞ്ഞ? ഏത് സിമ്പിൾ അവിടെ വേണം? ഏത് ഓപ്പറേറ്റർ വേണം? ഈക്വൽ ടു എന്നൊരു ഓപ്പറേറ്റർ അവിടെ വേണം. എന്നാലും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷന്റെ ഒരു വാല്യൂ കറക്റ്റ് ആയിട്ട് അവിടെ വരുള്ളൂ. അപ്പൊ നമ്മൾ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ എടുത്തു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സെൽ റെഫറൻസ് ഉപയോഗിച്ച് ഇതിന്റെ എന്താ പറയുക, നമ്മുടെ മാർക്സിന്റെ സമ്മ് കാണാൻ പോവാ, ടോട്ടൽ കാണാൻ പോവാ. ഓക്കെ, ആൻ മരിയയുടെ ഇംഗ്ലീഷിന്റെ മാർക്ക് ഏത് സെല്ലിലാണ്? ഓക്കെ, അത് നമ്മൾ ചെയ്തതല്ലേ. നമുക്ക് നടുക്ക് വെച്ചിട്ട് ഡിയുടെ മാർക്കാണ്. ഡിയുടെ മാർക്ക് നമ്മളിപ്പോൾ ടോട്ടൽ കാണാൻ പോകുന്നത്. നമ്മൾ ഈക്വൽ ടു അവിടെ പ്ലേസ് ചെയ്തു. നമ്മൾ ഏത് സെല്ലിലാണോ ടോട്ടൽ കാണാൻ പോകുന്നത് ആ സെല്ല് സെലക്ട് ചെയ്തു, അവിടെ ഈക്വൽ ടു പ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ ഇംഗ്ലീഷിന്റെ മാർക്കാണ് ഫസ്റ്റ് കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിന്റെ മാർക്ക് ഏത് സെല്ലിലായിരുന്നു? സെൽ റെഫറൻസ് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ B5 അവിടെ വന്നു. ഓക്കെ, B5 നമുക്ക് വേണേൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. Then we are going to add it. We are going to find the sum of the mark. അപ്പം സമ്മ് കാണണമെങ്കിൽ ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? പ്ലസ് B5 പ്ലസ്. ഒരു മാർക്കല്ലല്ലോ, നമ്മൾ ഈ 4 മാർക്കിന്റെ സമ്മാണ്, ടോട്ടൽ 4 സബ്ജക്ട്സിന്റെ മാർക്കിന്റെ സമ്മാണ് കാണാൻ പോകുന്നത്. നെക്സ്റ്റ് മാത്സിന്റെ മാർക്ക്. ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി C5 എന്ന് പറഞ്ഞ സെൽ റെഫറൻസ് അവിടെ വന്നു. അത് നമ്മൾ again we are going to add. അഡീഷൻ ആയതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടു. ദെൻ വാട്ട്? നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സെൽ ഏതാ? അടുത്ത സെൽ ഏതാ? D5 ആണ്. സോഷ്യലിന്റെ മാർക്ക് സോഷ്യലിന്റെ മാർക്ക് D5 എന്ന സെല്ലിലാണ്. പ്ലസ് ഇനി സയൻസിന്റെ മാർക്ക് കൂടിയുള്ളൂ. അത് ഏത് സെല്ലായിരുന്നു? E5. Either we can click on the cell or we can type it. E5. ഇത്രയും നമ്മൾ കൊടുത്തു. ഈക്വൽ ടു ഏതൊക്കെ സെല്ലിലെ വാല്യൂസ് ആണ്? B5 പ്ലസ് C5 പ്ലസ് D5 പ്ലസ് E5. അപ്പൊ ഇതിന് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് വന്നു? We can see the sum of those marks, right? Okay. ഇനി നമുക്ക് വേറെ മെത്തേഡിൽ ഇങ്ങനെ സെൽ റെഫറൻസ് അല്ലാതെ ഡയറക്റ്റ് വാല്യൂസ് തന്നെ നമുക്ക് അഡീഷൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇല്ലേ, നമ്മൾ നോർമലി ആഡ് ചെയ്യുമ്പോൾ 46 പ്ലസ് 35 പ്ലസ് 49 പ്ലസ് 19 പ്ലസ് 19 എന്നും നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ കറക്റ്റ് വാല്യൂ അവിടെ വരും. അപ്പൊ നമ്മൾ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് സം കാണാം, സെൽ റെഫറൻസ് ഉപയോഗിച്ചും സം കാണാം. പക്ഷെ ഈ രണ്ട് മെത്തേഡിൽ ഏതാ നല്ല മെത്തേഡ് സം കാണാൻ വേണ്ടിയിട്ട്? ആ വാല്യൂസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണോ അതോ സെൽ റെഫറൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണോ? യു മീൻ സെൽ റെഫറൻസ് ഉപയോഗിച്ച് സം കണ്ടത്? എന്തുകൊണ്ടാ അത് കുറച്ചുകൂടെ നല്ലതാന്ന് പറയാൻ കാരണം എന്താ? മീൻസ് ആദ്യത്തെ മാർക്ക് സെലക്ട് ചെയ്ത ഇപ്പൊ അവിടുത്തെ ആ ടോട്ടൽ മാർക്ക് കിട്ടുമ്പോ പിന്നെ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോ അതിന്റെ എല്ലാ ആൻസറും എളുപ്പത്തിൽ കിട്ടും. അല്ല, ഈ മെത്തേഡും അങ്ങനെ പറ്റും മോനെ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈക്വൽ ടു ഇട്ടു, നമ്മൾ B2 പ്ലസ് C2 പ്ലസ് D2 പ്ലസ് then what E2
ചെയ്ത് എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ വാല്യൂ വന്നു. എന്ത് ചെയ്താലും നമുക്ക് ആ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഓട്ടോമാറ്റിക് വാല്യൂസ് കിട്ടും. അതേക്കുറിച്ച് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഞാൻ സെൽ റെഫറൻസ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അല്ലാതെ ഞാൻ സെക്കൻഡ് മെത്തേഡിൽ എങ്ങനെയായിരുന്നു ചെയ്തത്? സെക്കൻഡ് മെത്തേഡിൽ ഞാൻ ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ചെയ്തില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ സെൽ റെഫറൻസ് എടുത്തത് B2 പ്ലസ് C2 പ്ലസ് D2 പ്ലസ് E2. അത് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഞാൻ സം കാണാൻ പോകുന്നത് ഡയറക്റ്റ് ഇതേ വാല്യൂസ് നമ്മൾ അവിടെ കൂട്ടിക്കൊടുത്തതെന്ന് വെച്ചാൽ 25 പ്ലസ് എന്താണോ കിട്ടിയ മാർക്ക് അതേ മാർക്ക് ഞാൻ അവിടെ ആദ്യം ഈക്വൽ ടു അടിച്ചു, ദെൻ ഫസ്റ്റ് മാർക്ക് അടിച്ചു, പ്ലസ് അടിച്ചു, ദെൻ 45 പ്ലസ് 15 പ്ലസ് 15 ഇത്രയും ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താലും എനിക്ക് അതേ മാർക്ക് കിട്ടും. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ഓട്ടോമാറ്റിക് സോറി sorry it's not working properly. Yeah. 15 plus 15. ഓക്കെ, അങ്ങനെ ഒരു പോർഷൻ ഉണ്ടല്ലേ, സോറി ഞാനത് ശ്രദ്ധിച്ചില്ല. ഈ സെൽ റെഫറൻസ് കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഇനി നമ്മൾ പെട്ടെന്ന് ടീച്ചേഴ്സ് എല്ലാം നമ്മൾ ഹ്യൂമൻ ബീങ്സ് എല്ലാം യൂഷ്വലായിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ വരുത്തുന്നവരല്ലേ. പെട്ടെന്ന് മാർക്ക് എൻ്റർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആൻമരിക്ക് സോഷ്യലിന് 15 മാർക്സിന് പകരം 25 മാർക്സ് ആണ് കിട്ടിയത്, ഞാൻ എഴുതിയത് മാറിപ്പോയതാണെങ്കിൽ എന്താ ഈ മെത്തേഡിൽ ചെയ്യില്ലേ, നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു we have 10 minutes time left to end the class. Okay, നമ്മൾ ഇൻ ഫ്യൂച്ചർ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂട്ടിയിട്ട് തെറ്റിപ്പോയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മളിപ്പോ മാർക്ക് ലിസ്റ്റ് എല്ലാം ആക്കി വെച്ചില്ലേ എക്സലില്, അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ നമ്മൾ ഈ വാല്യൂ തന്നെ ആഡ് ചെയ്ത് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് നമ്മൾ ഒന്നുകൂടെ ആദ്യം തൊട്ട് ആഡ് ചെയ്യണം. പക്ഷെ നമ്മൾ സെൽ റെഫറൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നു വിചാരിച്ചു, 25 പ്ലസ് C2 പ്ലസ് D2 പ്ലസ് E2 ഇത്ര നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് ബാക്കി ഓട്ടോമാറ്റിക് വാല്യൂസ് സെറ്റ് ചെയ്തു. ഇപ്പം ഓക്കെ, ഇപ്പൊ ഞാൻ 15 എന്നുള്ളത് 25 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഒന്നുകൂടെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ആൻമരിക്ക് സോഷ്യലിന് 25 കിട്ടിയെന്ന് വിചാരിച്ചോ, പക്ഷെ അത് ബൈ മിസ്റ്റേക്ക് കൗണ്ടിങ് മിസ്റ്റേക്ക് കൊണ്ട് 25 കുട്ടിക്ക് കിട്ടിയത്, പക്ഷെ ആൻമരിക്ക് കിട്ടുന്നത് 30 ആയിരുന്നു. ഈ മെത്തേഡ് ആവുമ്പോൾ നമ്മൾ ആ 25ന് പകരം 30 എഴുതി. 30 എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആ മാർക്ക് 110 ഉണ്ടായിരുന്നത് 5 മാർക്സ് കൂടിയില്ലേ. ഇപ്പൊ ഞാൻ ദിയക്ക് 38 ഉണ്ടായിരുന്നു, അത് ആക്ച്വലി 35 ആയിരുന്നു. 38 ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു, പക്ഷെ കുട്ടിക്ക് കിട്ടേണ്ടത് 35 ആയിരുന്നു. അപ്പൊ ഞാൻ ആ ചേഞ്ച് അവിടെ വരുത്തി. ആ ചേഞ്ച് അവിടെ വരുത്തിയപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ച് ആ ടോട്ടലിലും വന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? സെൽ റെഫറൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു എറർ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് സെല്ലിലെ വാല്യൂസ് ഏതാന്ന് നോക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാലും ആ ചേഞ്ച് നമ്മുടെ റിസൾട്ടിൽ റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ഒരു ഗുണമുണ്ട് സെൽ റെഫറൻസ് വെച്ചിട്ട് നമ്മൾ ഫങ്ഷൻസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ. പിന്നെ എന്താണ് പറയാനുള്ളത്? ഇനി അഡീഷനും മാത്രമല്ല കേട്ടോ, നമുക്ക് ഇപ്പോ ഇംഗ്ലീഷിന്റെ മാത്സിന്റെയും ഇപ്പൊ നമ്മൾ ടോട്ടൽ കണ്ടില്ലേ, ഇനി നമുക്ക് ആവറേജ് കാണാം. നോർമലി മാർക്സിന്റെ കേസിൽ നമ്മൾ കാണുന്ന ആവറേജ് മാർക്സ്, ഓരോരുത്തരുടെ ആവറേജ് എത്ര മാർക്ക് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കില്ലേ. ആവറേജിന്റെ നമ്മൾ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ, എങ്ങനെ നമ്മൾ ആവറേജ് കാണുന്നേ അറിയോ? നിങ്ങൾ ആവറേജ് പഠിച്ചിട്ടുണ്ടോ മാത്സിൽ? ആവറേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അറിയോ? ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം.
2, 3, 5. These are 3 numbers, right? 2, 3, 5 എന്ന് പറഞ്ഞ 3 numbers നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Can you see it? Okay. അപ്പൊ ഇതിന്റെ ആവറേജ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ? മാത്തമാറ്റിക്കലി ആദ്യം ഈ 3 നമ്പേഴ്സും ആഡ് ചെയ്യണം. 3 നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ 2 + 3 + 5 അതാദ്യം കണ്ടുപിടിക്കണം. എത്രയാണ്? 10 അല്ലേ? സം ഓഫ് ദീസ് നമ്പേഴ്സ് എത്രയാ? 10. ഓക്കെ, അതുകൊണ്ട് ആവറേജ് ആയില്ല. ഇനി നമ്മൾ ആവറേജ് കാണണമെങ്കിൽ ഈ 10നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര നമ്പേഴ്സ് ആണ് ഇത്? 1, 2, 3. 3 നമ്പേഴ്സ് അല്ലേ? 3 നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ ആ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ കൂട്ടിയിട്ട് ആ നമ്പേഴ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 10 ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാ? ഒരു സ്ലാഷ് അല്ലേ? 10 ഡിവൈഡഡ് ബൈ 3 കാണണം. പക്ഷെ ഇങ്ങനെ ചെയ്ത എൻ്റർ അടിച്ച ആൻസർ കിട്ടുമോ? ഇല്ല. ഫംഗ്ഷൻ എന്താ? അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് എന്ത് വേണം? ഈക്വൽ ടു ഇടണം. എന്ത് മാത്തമാറ്റിക്കൽ എന്ത് കാൽക്കുലേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ ഈക്വൽ ടു ഇടണം. ഈക്വൽ ടു ഇട്ടിട്ട് 10 ഡിവൈഡഡ് ബൈ 3 കൊടുത്താൽ വാല്യൂ കിട്ടി. 3.33 സംതിങ് ആണ് ഈ 2, 3, 5 എന്ന 3 നമ്പേഴ്സിന്റെ ആവറേജ്. ഈ കോൺസെപ്റ്റ് നമ്മൾ മാർക്കിന്റെ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ, സയൻസ് എന്നീ ആൻമരിയൊക്കെ കിട്ടിയ ആൻമരിയുടെ എക്സാമ്പിൾ കുറെ അല്ലേ, നമുക്കിനി ഫെയ്ത്തിന് എടുക്കാം. ഓക്കെ, ഫെയ്ത്തിന്റെ മാർക്സിന്റെ ആവറേജ് കാണണം. അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം സം കാണണം. ആ സമ്മിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് സബ്ജക്ട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹൗ മെനി സബ്ജക്ട്സ് ആർ ദർ? 4. ഓക്കെ, ടോട്ടൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടു? ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? Equal 118 ഡിവൈഡഡ് ബൈ 4 ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് ഫെയ്ത്തിന്റെ ആവറേജ് മാർക്ക് കിട്ടി. ഇനി ഇതല്ലാതെ സെൽ റെഫറൻസ് വെച്ചിട്ടൊന്ന് പറഞ്ഞ ആൻമരിയ, സെൽ റെഫറൻസ് വെച്ചിട്ട് എങ്ങനെ നമ്മളത് ചെയ്യാം? 118ന് പകരം നമുക്ക് എന്ത് എഴുതിയാലും മതി. ഈക്വൽ ആദ്യം നമ്മൾ ഏത് സെല്ലിനാണോ ആവറേജ് കണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു, ഈക്വൽ ടു കൊടുത്തു. ഇനി നമ്മൾ ഏത് വാല്യൂ ആണ് നമുക്ക് അതിന്റെ സെൽ റെഫറൻസ് കൊടുക്കുക. അപ്പൊ 118ന്റെ സെൽ റെഫറൻസ് ഏതാ? F3. വെരി ഗുഡ്. F3 എന്ന സെല്ല്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെല്ല് സെലക്ട് ആയത് കണ്ടോ? F3 എന്ന് കൊടുത്തപ്പോൾ തന്നെ ഏത് സെല്ലാണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഡിവൈഡ് ചെയ്യാൻ പോവാ. ഡിവൈഡ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഡിവിഷന്റെ ഓപ്പറേറ്റർ നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എന്താ? നമ്പർ ഓഫ് സബ്ജക്ട്സ്. അത് നമ്മൾ ഇവിടെ എവിടെയും സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സെൽ റെഫറൻസ് തന്നെ ഉപയോഗിക്കില്ല. നമ്മൾ കോൺസ്റ്റന്റ് 4 ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നൗ വി ആർ പ്രസ്സിംഗ് എൻ്റർ. വി വിൽ ഗെറ്റ് ദ വാല്യൂ. ഇനി ഇത് ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ചെയ്യാം. കണ്ടോ? ഫിൽ ഹാൻഡിൽ വെച്ചിട്ട് ഞാൻ ബാക്കി എല്ലാവരുടെയും വളരെ ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ആവറേജ് കണ്ടുപിടിച്ചു. ഇനി ആവറേജിന്റെ ഒരു ഫോർമുല ഉണ്ട്, ആവറേജ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വരാം. ഈ പോർഷൻസ് നിങ്ങൾ പഠിച്ചതല്ലേ? ഓക്കെ, ഇനി സം കാണാൻ വേണ്ടി ഇപ്പൊ 3 മെത്തേഡായി നമുക്ക് അല്ലേ? ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്തു, ദെൻ ഫോർമുലാസിൽ പോയി ഓട്ടോ സം കൊടുത്തു. അത് ഏറ്റവും ആദ്യം പറഞ്ഞ മെത്തേഡ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഏത് സെല്ലിലാണോ സം കണ്ട് അവിടെ കൊണ്ടുപോയി ഈക്വൽ ടു പ്രസ് ചെയ്തു. എന്നിട്ട് സെൽ റെഫറൻസ് വെച്ചിട്ട് എങ്ങനെയാ B2 + C2 + D2 + C2 + എന്ന് പറഞ്ഞ് E2 എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ അടിച്ച് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ വന്നു. പിന്നെ അതും അല്ലാതെ നമ്മൾ എന്താ ചെയ്തേ? ഈക്വൽ ടു ഏത് സെല്ലിലാണോ നമുക്ക് സമ്മ് വരേണ്ടത് ആ സെല്ലിൽ കൊണ്ടുപോയി നമ്മൾ ഈക്വൽ ടു
എൻ്റർ ചെയ്തു. ദെൻ നമ്മൾ എന്താ ചെയ്തേ, 25 + 45 + 30 + 15 ഏത് വാല്യൂ ആണോ നമുക്കറിയാവുന്ന ആ വാല്യൂ അതുപോലെ എൻ്റർ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ ചെയ്തു. ഇനി വേറൊരു മെത്തേഡ് സം കാണാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു നമ്മൾ പ്രസ് ചെയ്തു. ഫോർമുലാസും ഫങ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് എന്താ വേണം, ഈക്വൽ ടുവിൽ ബിഗിൻ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓപ്പറേഷൻ ആയിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു വാല്യൂ ആയിട്ട് എന്താ പറയാ സിസ്റ്റത്തിന് ഐഡന്റിഫൈ ആവുള്ളൂ. അപ്പൊ നമ്മൾ ഈക്വൽ ടു അവിടെ എൻ്റർ ചെയ്തു. ദെൻ സം എന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോവാ. സം എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചു. ആ സമ്മിന്റെ ഇൻപുട്ട് ആണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്യും. സം ഓഫ് എന്ന് പറയാം. ഈക്വൽ ടു കൊടുത്തു, സം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു, ഒരു ഓപ്പണിംഗ് ബ്രേസ് കൊടുത്തു. അതിൽ നമ്മൾ എന്താ ഒന്നെങ്കിൽ നമ്പർ സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിലോ നമ്പർ സ്പെസിഫൈ ചെയ്യാം. ഏതൊക്കെയാ നമ്മൾ 25 വേണ്ട, ഏതെങ്കിലും ഒരു നമ്പർ 15, 2, 10 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്തു. അപ്പം നമ്മൾ കൊടുത്ത 15ന്റെയും 2ന്റെയും 10ന്റെയും സമ്മാണ് അവിടെ നമുക്ക് വന്നത്. ഇനി നമുക്കിപ്പോൾ ഓൾറെഡി ഇവിടെ അടിച്ചു കൊടുത്ത മാർക്സിന്റെ സമ്മല്ലേ നമ്മളിപ്പോൾ കാണാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത, ഈക്വൽ ടു കൊടുത്തു, സം കൊടുത്തു. നമുക്കിനി ഷോണിന്റെ മാർക്കിന്റെ സം നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ, നമുക്ക് ഏത് സെല്ലിലാണോ സം കണ്ട് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തു, ഈക്വൽ ടു എൻ്റർ ചെയ്തു. ദെൻ സം കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സം എന്ന ഫോർമുല ഒരു ഫംഗ്ഷൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു, സം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു. ഇതിൽ നമ്മൾ ഏതാ ഈ 4 സബ്ജക്റ്റിന്റെ മാർക്സ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ്